നമസ്കാരം. മാധ്യമപ്രവർത്തന മേഖലയിൽ തന്റേതായിട്ടുള്ള സ്ഥാനം നേടിയവരാണ് മലയാള മാധ്യമങ്ങൾ. വാർത്തകൾ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മലയാള മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ദേശീയതലത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെടാറുമുണ്ട്. അങ്ങനെയൊരു സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം കാത്തിരിക്കുന്നത് ഒരു യുവാവിന്റെ മൃതദേഹത്തിന് വേണ്ടിയാണ്. കർണാടകയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമാകുമ്പോൾ അതിൽ മാധ്യമപ്രവർത്തകരും കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും വഹിച്ച പങ്ക് ചെറുതല്ല. ഈ വിഷയത്തിൽ പലപ്പോഴും മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ മറ്റൊരു അറിയിപ്പ് കൂടി കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയായതിനാൽ പ്രദേശത്ത് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഡ്രോൺ ഉപയോഗിക്കരുതെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. ഡ്രോൺ ഉപയോഗിച്ചാൽ കേസെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം സർക്കാർ വൈകിച്ചതിന് പിന്നാലെ വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. മണ്ണിനടിയിൽ ഉന്നതരൊന്നുമല്ലല്ലോ, ഒരു ഡ്രൈവർ അല്ലേ എന്നായിരുന്നു കർണാടക പോലീസിന്റെ വിശദീകരണം. ഈ രക്ഷാപ്രവർത്തനം 9ാം നാളിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാധ്യമങ്ങളെ തല്ലി ഓടിക്കാനുള്ള നീക്കമായിട്ടാണ് കർണാടക പോലീസിന്റെ ഈ മുന്നറിയിപ്പിനെ കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.